ഫെബ്രുവരി 25 ബുധനാഴ്ച. ലൂക്ക 11:29 മുതൽ 32 വരെ വാക്യങ്ങൾ. AD 45 താൻ മിശിഹായാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് തെയൂദാസ് എന്നൊരു മനുഷ്യൻ ഇസ്രായേലിൽ പ്രത്യക്ഷപ്പെട്ടു. തൻ്റെ അവകാശവാദത്തിന് തെളിവായി മോശ ചെങ്കടലിലെ വെള്ളം വിഭജിച്ചതുപോലെ യോർദാനിലെ വെള്ളം വിഭജിക്കുമെന്ന് അവൻ തൻ്റെ അനുയായികൾക്ക് വാഗ്ദാനം ചെയ്തു. എന്നാൽ അയാൾ ദയനീയമായി പരാജയപ്പെട്ടു. ഇന്നത്തെ സുവിശേഷത്തിൽ ദൈവം തന്നെ അംഗീകരിക്കുന്നുവെന്ന് കാണിക്കാൻ ചിലർ യേശുവിൽ നിന്ന് ഇതുപോലുള്ള ഒരു അടയാളം ആവശ്യപ്പെടുന്നതായി കാണാം. എന്നാൽ യേശു യോന നിനവേക്കാർക്ക് നൽകിയ അടയാളം പോലെ തൻ്റെ സുവിശേഷ പ്രസംഗം മാത്രമേ അടയാളമായി നൽകിയുള്ളൂ. താൻ പറഞ്ഞത് സ്ഥിരീകരിക്കാൻ യോന ഒരടയാളവും നിനവേക്കാർക്ക് നൽകിയില്ല. അവൻ പ്രസംഗിച്ചപ്പോൾ തുറന്ന ഹൃദയമുള്ള ആളുകൾ അവനിൽ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു, അനുതപിച്ചു. ജനക്കൂട്ടം യേശുവിൻ്റെ ചുറ്റും തിക്കിക്കൂടുകയായിരുന്നു. അവൻ്റെ വചനം കേൾക്കാനോ അനുതപിക്കാനോ അല്ല, മറിച്ച് അത്ഭുതങ്ങൾ കണ്ട് രസിക്കാൻ. വിശ്വാസത്താൽ ഉണർത്തപ്പെടുന്നതിന് പകരം ജിജ്ഞാസയാൽ അവരുടെ ഹൃദയം കഠിനമാകുന്നു. യോനായുടെ അടയാളം ഒഴികെ മറ്റൊരു അടയാളവും നൽകില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് യേശു അവരെ ശാസിക്കുന്നു. അവൻ്റെ സ്വന്തം മരണത്തെയും പുനരുദ്ധാനത്തെയും മുൻ നിഴലാക്കുന്ന ഒരു രഹസ്യമാണ് യോനായുടേത്. 3 ദിവസങ്ങൾക്ക് ശേഷം മഹാമത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് പുറത്തു വന്ന പ്രവാചകൻ മരണത്തെ ജയിച്ച് മനുഷ്യപുത്രൻ കല്ലറയിൽ നിന്ന് 3-ാം നാൾ എഴുന്നേൽക്കുന്നതിൻ്റെ ഒരു സൂചനയായി മാറുന്നു. കാഴ്ചയ്ക്കുള്ള ആഗ്രഹം ആത്മാവിനെ കൃപയുടെ നിശബ്ദ മഹത്വത്തിന് അന്തമാക്കും. വിശ്വാസം തെളിവിൽ നിന്നല്ല, മറിച്ച് ഒരു കണ്ടുമുട്ടലിൽ നിന്നാണ് ജനിക്കുന്നത്. ലോകം സാധാരണ കാര്യങ്ങൾ മാത്രം കാണുന്ന ദൈവത്തെ തിരിച്ചറിയുന്നത് ഹൃദയത്തിൻ്റെ ചലനമാണ്. അടയാളത്തെ അവഗണിച്ചുകൊണ്ട് അടയാളങ്ങൾ തേടുന്നത് ഒരാൾ ആഗ്രഹിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന വെളിപ്പെടുത്തലിൽ നിന്ന് പിന്തിരിയുക എന്നതാണ്. ക്രിസ്തു തൻ്റെ തലമുറയ്ക്ക് 2 സാക്ഷികളെ കൊടുക്കുന്നു. ഒന്ന് തെക്കൻ രാജ്ഞിയും മറ്റൊരു നിനവയിലെ ജനങ്ങളും. സോളമൻ്റെ ജ്ഞാനം കേൾക്കാൻ രാജ്ഞി ദൂരദേശത്ത് നിന്ന് യാത്രയായി ജെറുസലമിലെത്തുന്നു. യോനായുടെ പ്രസംഗത്തിൽ നിനവേക്കാർ അനുതപിക്കുന്നു. എന്നിട്ടും അവതാരമായ ജ്ഞാനത്തിൻ്റെയും ജീവനുള്ള വചനത്തിൻ്റെയും മുമ്പാകെ നിൽക്കുന്നവർ അവനിൽ വിശ്വസിക്കാൻ വിസമ്മതിച്ചു. ഈ വൈരുദ്ധ്യം ഗുരുതരമായ ഒരു ആത്മീയ അപകടത്തെ തുറന്നു കാട്ടുന്നു. അത് പവിത്രമായതിൻ്റെ സാമീപ്യത്തിൽ നിന്ന് വരുന്ന അലംഭാവമാണ്. ദൈവിക സത്യത്താൽ ചുറ്റപ്പെട്ടിട്ടും അതൊരിക്കലും അറിയാത്തവരെക്കാൾ വലിയ ന്യായവിധിയിൽ നിൽക്കുക എന്നതാണ്. ഈ സുവിശേഷ ഭാഗം ഒരു പുതുക്കിയ ശ്രദ്ധ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നു. യോനായുടെ അടയാളമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്രം, അതായത് യേശുവിൻ്റെ കുരിശും പുനരുദ്ധാനവും. ഓരോ ദിവ്യ ആരാധനക്രമവും ഈ രഹസ്യത്തെ പുതുതായി പ്രഖ്യാപിക്കുന്നു. ഓരോ മാനസാന്തരവും അതിനെ പാപത്തിലേക്കുള്ള മരണമായും പുതിയ ജീവിതത്തിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പായും നമുക്ക് കാണാൻ സാധിക്കും.
തൻ്റെ ശക്തിയുടെ തെളിവുകൾ അന്വേഷിക്കാനല്ല, മറിച്ച് അത് കൊണ്ടുവരുന്ന പരിവർത്തനത്തിൽ പങ്കുചേരാനാണ് കർത്താവ് നമ്മെ ക്ഷണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ അടയാളം പരിവർത്തനമെന്ന ഹൃദയവും പുതുക്കപ്പെട്ട മനസ്സും എളിമയിലും സ്നേഹത്തിലും ദൈവത്തിങ്കിലേക്കുള്ള ഒരു തിരിഞ്ഞ നോട്ടവും ആണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR ഫ്രം കേരള.